ഇത് വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. കുനാഫ ഹൽവ ആണ്. നമ്മൾ കുനാഫയുടെ ഒരു അതിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ട് ചെയ്ത ഹൽവയാണ്. ഇത് വീറ്റ് ഹൽവയാണ്. കംപ്ലീറ്റ് വീറ്റിലാണ് ചെയ്യുന്നത്. വീറ്റ്, കോക്കനട്ട് ഓയിൽ, ഷുഗർ ആണ് ഇതിൽ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് വരുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ് ഇതിന് വരുന്നത്. ഇത് വീറ്റ് തന്നെ, പക്ഷെ ഇത് നമ്മൾ കോക്കനട്ട് മിൽക്കിലാണ് ചെയ്യുന്നത്. കുറച്ചൊരു ഡിഫറൻസ് ഉണ്ടാവും ടേസ്റ്റിലും. പിന്നെ നട്ട്സ് ആഡഡ് ആണ്, ടെർമറിക് ആഡഡ് ആണ്. അതിൻ്റേതായ ഒരു ചെറിയ ഡിഫറൻസ് ടേസ്റ്റിലും ക്വാളിറ്റിയിലും ഇതിൽ വരും. ഇത് ഷുഗർ ഫ്രീ ഹൽവയാണ്. അതായത് ഒരുപാട് ഡയബറ്റിക് ആയിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ആളുകളൊക്കെ ഹൽവ കഴിക്കാൻ ആഗ്രഹത്തോടെ വരാറുണ്ട്. അപ്പോൾ അവർക്ക് നമ്മൾ റെക്കമെൻഡ് ചെയ്യാറുള്ളതാണിത്. ഇത് നമ്മൾ ഷുഗറിന് പകരം നമ്മൾ ഷുഗറോ ജാഗ്രിയോ നമ്മളിതിൽ യൂസ് ചെയ്യുന്നില്ല. മോങ് ഫ്രൂട്ടാണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. പിന്നെ ഇത് ഒമാനിയ. ഇത് ഷുഗർ തന്നെയാണ് അൾട്ടിമേറ്റ്ലി, പക്ഷേ ഷുഗർ കുറവായിരിക്കും. നമുക്ക് ഒരുപാട് നല്ല ഹൈ മധുരം ഉണ്ടാവില്ല ഇതിൽ. ഇത് കാശ്മീരി ഹൽവ. നമ്മളൊരു നിറയെ ഫ്രൂട്ട്സിൻ്റെ മിക്സഡ് ഫ്രൂട്ട്സിൻ്റെ ഒരു ഫ്ലേവറിൽ ഡ്രൈ ഫ്രൂട്ട്സ് ധാരാളം ഇട്ടിട്ട് ചെയ്തിരിക്കുന്നതാണ്. ഒരു നല്ല ഡിമാൻഡുള്ള ഒരു ഐറ്റമാണ്. ആളുകൾ കാണുമ്പോൾ തന്നെ വളരെ അപ്പീലിംഗ് ആയിട്ടുള്ളൊരു ഐറ്റം ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അത് മൂവ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇവിടെ തന്നെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു 75 വെറൈറ്റി ഇപ്പോൾ കറൻ്റ് നമുക്ക് ഇവിടെ ഉണ്ട്. ഇനിയും കൂടുതൽ നമുക്ക് കേരളത്തിലുള്ള വെറൈറ്റീസ് മാത്രമേ ഇവിടെ ഉള്ളൂ. നമ്മൾ പുറത്തുനിന്ന് കേരളത്തിന് പുറത്തുള്ളത് ഇവിടെ എത്തിച്ചിട്ടില്ല എപ്പോഴും. അപ്പൊ അതുകൂടെ വരുമ്പോൾ ആക്ച്വലി കൂടുതൽ ഡിപ്പാർട്ട്മെന്റ്സ് വൈസ് ആയിട്ട് നമുക്ക് ഇവിടെ കൊണ്ടുവരാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് ഹൽവ എന്ന് പറയുമ്പോൾ. പിന്നെ ഇത് ഹൈ ഡിമാൻഡ് ഉള്ള ഒരു ഐറ്റാണ് മിക്സഡ് ഫ്രൂട്ട് റെഡ്. ഇതിൽ തന്നെ ബ്ലാക്കും വരുന്നുണ്ട്. നിറയെ ഡ്രൈ ഫ്രൂട്ട്സ് നമ്മൾ ഈ ഫംഗ്ഷൻസിനൊക്കെ ഒരുപാട് പേര് ബ്ലോക്കായിട്ട് തന്നെ വാങ്ങിക്കൊണ്ട് പോകാറുണ്ട്, ഗിഫ്റ്റ് ചെയ്യാനും മറ്റുമായിട്ട്. ഇത് ഹണി ഡ്രൈ ഫ്രൂട്ട് ഹൽവയാണ്. ഇത് ഒരു നല്ല ഡിമാൻഡുള്ളൊരു ഐറ്റം തന്നെയാണ്. ഇതിനകത്ത് നിറയെ ഡ്രൈ ഫ്രൂട്ട്സ് വരുന്നുണ്ട്. അതുപോലെ ഹണിയുടെ ഒരു ഫ്ലേവറും കൂടെ ഇതിൽ വരും. ഇത് ചില്ലി ഹൽവ, പച്ചമുളക് ഇട്ടിട്ട് ചെയ്യുന്നതാണിത്. മധുരത്തിൻ്റെ കൂടെ കുറച്ച് എരിവ് കൂടെ ഇതിനകത്ത് ഉണ്ടാവും. കാന്താരി ഇട്ട് ചെയ്യുന്നതാണിത്. ഇത് കുറച്ചുകൂടെ സോഫ്റ്റാണ്. നമ്മൾ കോൺഫ്ലോറിലും റൈസിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇത് അനാർ ഹൽവയാണ്. നമ്മളെ പോമഗ്രാനൈറ്റിൻ്റെ ഹൽവ. അതിൽ നമ്മൾ ഒരുപാട് ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ചെയ്ത് കുറച്ചൊരു പ്രീമിയം സെക്ഷനിലേക്ക് വെക്കാവുന്ന രീതിയിലാണ് ചെയ്തെടുത്തിരിക്കുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റമാണ്. ഇത് ഒരു നമ്മളെ കോഴിക്കോടൻ ഹൽവയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നിങ്ങൾ ടെക്സ്ചർ കണ്ടാൽ തന്നെ അറിയാം. ഇത് നമുക്ക് കുറച്ച് സോഫ്റ്റായിട്ട് കോൺഫ്ലോറിലും റൈസിലും ചെയ്തെടുക്കുന്നതാണ് ഇത് ടെൻഡർ കോക്കനട്ടിൻ്റെ ഹൽവ.